ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി ദേവാലയത്തിൽ കുറേ അധികം മെഴുകുതിരികൾ കത്തിക്കുകയായിരുന്നു. എന്നാൽ കാറ്റ് വീശിയപ്പോൾ തിരികൾ ഓരോന്നായി കെട്ടുപോകാൻ തുടങ്ങി. കുട്ടിയുടെ കണ്ണുകളിൽ വിഷാദത്തിന്റെ നിഴൽ വീണു തിരികൾ കെടുന്നത് കണ്ടപ്പോൾ. അപ്പോഴായിരുന്നു അവിടെ ഇരുന്ന ഒരു വൃദ്ധൻ സ്നേഹപൂർവ്വം കുട്ടിയോട് പറഞ്ഞത്, മകനെ, കാറ്റ് വീശുമ്പോൾ 2 കൈകൾ കൊണ്ട് ആ തിരികൾ അണഞ്ഞു പോകാതെ പിടിച്ചാൽ മതി. എപ്പോഴെങ്കിലും കാറ്റണയാതിരിക്കില്ല. കാറ്റണയുമ്പോൾ കെട്ടുപോയ തിരികളെയും കത്തിക്കാൻ നമുക്ക് സാധിക്കും. വൃദ്ധന്റെ വാക്ക് കേട്ട് ആ കുഞ്ഞ് അപ്രകാരം ചെയ്യുകയും സന്തോഷത്തോടെ എല്ലാ തിരികളെയും പിന്നീട് കത്തിക്കുകയും ചെയ്തു. ജീവിതത്തിന്റെ പാതയിൽ പ്രത്യാശയുടെ മെഴുകുതിരികൾ അപ്രതീക്ഷിതമായി വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് കെട്ടുപോയേക്കാം. ഓരോ കാറ്റിലും കോളിലും തകർന്നടിയുന്ന പല ജീവിത സൗധങ്ങളെയും നമുക്ക് ചുറ്റും പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. കടുത്ത മാനസിക സമ്മർദ്ദത്തിലോ പരാജയ ഭീതിയുടെ നിഴലുകളിലോ തീവ്രമായ ഒറ്റപ്പെടലിലോ ആയിരിക്കുന്ന ഒരാൾക്ക് അവനവൻ്റെ പ്രത്യാശയുടെ നാളങ്ങൾ ഒരു കൈക്കുമ്പിളിൽ എന്ന പോലെ സംരക്ഷണം നൽകി, സാരമില്ല, ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരാൾ കൂടെ ഉണ്ടാവുക എന്നത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കാറ്റുകൾ ശാശ്വതമല്ല. ഒരു നാൾ അത് തീർച്ചയായും അവസാനിക്കുക തന്നെ ചെയ്യും. ആ കാറ്റ് ശമിക്കുന്നതുവരെയെങ്കിലും ഒരു തണലായി, ഒരു ആശ്വാസമായി നമുക്ക് മാറാൻ കഴിഞ്ഞാൽ അതിലും വലിയൊരു നന്മ അവർക്ക് ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല. ഈ അടിസ്ഥാനപരമായ ധാർമ്മിക ഉത്തരവാദിത്വത്തെയാണ് ക്രിസ്തുവിൻ്റെ മഹത്തായ കൽപ്പനയിൽ നമ്മൾ ദർശിക്കുന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആരാണ് യഥാർത്ഥ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഉത്തരമായാണ് ക്രിസ്തു നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറയുന്നത്. ഈ ഉപമ മറ്റുള്ളവരെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കേണ്ടതിൻ്റെ മഹത്തായ ധാർമ്മിക ഉത്തരവാദിത്വം വെളിപ്പെടുത്തുന്നു. കള്ളന്മാരാൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് ജീവൻ പോകുമെന്ന അവസ്ഥയിൽ വഴിയിൽ കിടന്ന മനുഷ്യന് സംരക്ഷണം നൽകി അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നവൻ ആയിരുന്നു നല്ല ശമരിയക്കാരൻ. ഒരു ചെറിയ കൈത്താങ്ങലും സഹായവുമാണ് ആ മനുഷ്യനെ മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. അതുകൊണ്ട് അണഞ്ഞു പോകുന്ന ജീവിതങ്ങൾക്ക് പ്രകാശം പകരുന്ന നല്ല ശമരിയക്കാരായി നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്ത് മാറാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. കൊടുങ്കാറ്റടങ്ങി ശാന്തത തിരികെ വരും വരെ പ്രത്യാശയുടെ തിരുനാളം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് മറ്റുള്ളവർക്ക് ഊഷ്മളമായ കൈത്താങ്ങുകളായി മാറാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരാരുമില്ലാതെ വഴിയരികിൽ ഞാൻ നിരാലംബനായി കിടന്ന നേരം, ആരാരുമില്ലാതെ വഴിയരികിൽ ഞാൻ നിരാലംബനായി കിടന്ന നേരം, എൻ മുറിപ്പാടുകൾ സർവവും നീക്കി നീ സ്നേഹത്തിൻ തൈലമെന്നിൽ പൂശിയില്ലേ. എൻ മുറിപ്പാടുകൾ സർവവും നീക്കി നീ സ്നേഹത്തിൻ തൈലമെന്നിൽ പൂശിയില്ലേ. നല്ല ശമര്യനാമെൻ ദൈവമേ, നിൻ മഹാസ്നേഹം ഓർത്തിടുന്നു. നല്ല ശമര്യനാമെൻ ദൈവമേ, നിൻ മഹാസ്നേഹം ഓർത്തിടുന്നു. എൻ മനോഭാരങ്ങൾ ഏറ്റെടുത്തെന്നെ നിൻ പുത്രനായി സ്വീകരിക്കൂ. എൻ മനോഭാരങ്ങൾ ഏറ്റെടുത്തെന്നെ നിൻ പുത്രനായി സ്വീകരിക്കൂ. നല്ല ശമര്യനാമെൻ ദൈവം.